ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബയോളജിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു ചാപ്റ്റേഴ്സ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കിനി ആ സംഭവം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് +1 ബയോളജി ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത്, ഫസ്റ്റ് ഏതാണ് പഠിക്കേണ്ടത്, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പോൾ ഏകദേശം നമുക്ക് അതിന് എത്ര മാർക്ക് കിട്ടാം. സാധാരണ ആ 0, അതായത് നിങ്ങൾ ഒരുപാട് പേര് പറയുന്നതാണ് ഞാൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഒരു ഫോക്കസ് ഞാനിങ്ങനെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിയിലെ +1 ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 4-5 വർഷത്തെ എക്സാംസിന്റെ ബേസിസിലാണ് ഞാനിപ്പോൾ പ്രയോറിറ്റി ബേസിസിൽ ചാപ്റ്റർ പറയുന്നത്. അതായത് മെയിൻ ചാപ്റ്റേഴ്സ്, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. മെയിൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ബയോളജിയിലെ +1 ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന് ഏകദേശം 5 ക്വസ്റ്റ്യൻ വരെ വന്ന വർഷമുണ്ട്. അപ്പോൾ നമ്മൾ അതിനിപ്പോൾ വെയിറ്റേജ് കൂടുതൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. നെക്സ്റ്റ് വരുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അതിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. 4 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, ഒരു ക്വസ്റ്റ്യന് തന്നെ 4 മാർക്കാണ്. 4 ക്വസ്റ്റ്യന് 16 മാർക്ക്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ തന്നെ പറയാതെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് അനാറ്റമി ആൻഡ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ, അതായത് 2നും കൂടെ ചേർത്ത് 6 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, 6 ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അതിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഫ്രോഗിനെ പഠിക്കണോ വേണ്ടേ എന്നുള്ളത്. ശരിക്കും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. കൂടുതലും കോക്രോച്ച് ആണ് ചോദിക്കാറുള്ളത്, അതുപോലെ എർത്ത് വർമുമാണ് ചോദിക്കാറുള്ളത്. ഫ്രോഗ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ നിന്ന് ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഒരു 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആനിമൽ കിങ്ഡത്തിന് എപ്പോഴും എക്സാമ്പിൾ ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. പിന്നെ +1 വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസിൽ നിന്ന് ഏകദേശം 4 ചോദ്യങ്ങൾ വരാറില്ല, എപ്പോഴും 2, 3 അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇത്ര ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് +1 32 ചോദ്യങ്ങളോളം ആയി. ഓക്കെ, 32 ചോദ്യങ്ങളോളായി. അപ്പൊ ഈ 32 എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ചാപ്റ്ററും പറഞ്ഞിട്ടില്ല. സാധാരണ വെച്ചാൽ ഇതുവരെ ഒരു ചാപ്റ്ററിൽ നിന്നും 0 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇത് ഇത്രയും നിങ്ങൾ പഠിക്കുക. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും ആദ്യം പഠിക്കുക, തറവാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തയിലോട്ട് പോവുക. റാൻഡം ആയിട്ട് നോക്കി എല്ലാ ചാപ്റ്റേഴ്സും നോക്കി പോവുക എന്നുള്ളതാണ്. ഇത് ഞാൻ അങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ 32 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ഈ 32 തന്നെ ഈ പറയുന്ന 136 മാർക്കോളം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന മാർക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും വെറുതെ കിടക്കുകയാണ്. അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നാലും വരും. അപ്പൊ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 136 മാർക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളതിലോട്ട് പോവാം. അപ്പൊ ജസ്റ്റ് എന്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് ഞാൻ +2 ബയോളജി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.